ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹരിയുടെയും നിത്യയുടെയും വിവാഹം കഴിഞ്ഞതിന് ഉടൻ തന്നെ ഒരു തെളിവുണ്ടാക്കിയേ പറ്റൂ. അതിന് 1 മാസമാണ് അവർ അവധി കൊടുത്തിരിക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിനെ ഒരു വഴി കണ്ടെത്തുന്നുണ്ട്. കാറിൽ പോകുന്ന സമയം വീണയെക്കുറിച്ച് നിത്യ പറഞ്ഞ കാര്യങ്ങളാണ് ഹരി ആലോചിക്കുന്നത്. ഹരി സാർ, ആ പോലീസിനെ വിശ്വസിക്കാൻ പാടില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അത് വലിയ പ്രശ്നമാകും. എന്നെ ശരവണൻ, അത് മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ടെന്ന് ജോലി പറയുന്നു. നമ്മുടെ കേസിന്റെ കാര്യം കഴിഞ്ഞ അന്ന് ആ പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടു. അതിന്റെ പിന്നിൽ ആരാണെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അത് ജ്യോതിമോള് പറഞ്ഞത് ശരിയാണ്. മാത്രമല്ല നമ്മൾ സംശയിക്കുന്ന ആള് നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് അമ്മാവൻ പറയുന്നു. പക്ഷേ ഇത് നിത്യയ്ക്ക് ഇഷ്ടമാകുന്നില്ല. നീ എന്തെങ്കിലും ഒന്ന് പറയേ എന്ന് ഹരിയോട് അമ്മാവൻ ചോദിക്കുമ്പോൾ ഞാൻ പറയാം എന്ന് നിത്യ. എന്റെയും ഹരിയുടെയും വിവാഹത്തിന്റെ പ്രൂഫ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സമ്മതമല്ല എന്നെ ദേഷ്യത്തോടെ നിത്യ പറയുമ്പോൾ അമ്മ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ മോളെ എന്നിങ്ങനെ വിളിക്കുന്നു. കുട്ടികളെ സന്തോഷിപ്പിക്കാൻ നടത്തിയ ഒരു നാടകമാണെന്ന് അവിടെ പറയണം. അത് കഴിഞ്ഞപ്പോൾ അത് മറ്റു പലരെയും ബോധ്യപ്പെടുത്താനായി. അതല്ലാതെ ഈ വിവാഹത്തിന് വേറെ വല്ലതുണ്ടോ ഹരി എന്നെ നിത്യ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അല്ല ഇതാണോ ഇപ്പോൾ ആനക്കാര്യമായി ചർച്ച ചെയ്യേണ്ടത്? ആണോ? തലേ വന്ന് കിടക്കുന്ന കേസിൽ നിന്നും ഒന്ന് ഊരി പോവണ്ടേ? പോലീസുകാര് നിയമത്തിന്റെ വഴിയിൽ പൊയ്ക്കോട്ടെ, എന്ത് ചാർജ് വേണമെങ്കിലും ചെയ്തോട്ടെ. കൂടി വന്നാൽ കുറച്ചുകാലം ജയിലിൽ കിടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. ഇത് കേട്ട് സുജാത പറയുന്നുണ്ട്, എത്ര നിസ്സാരമായിട്ടാണ് നീ ഇത് പറയുന്നത്? നിന്നെ ജയിലിൽ കൊണ്ടുപോയി ഇടാനാണോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്? അഭിപ്രായം പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത്രയും ആളുകൾ ഇവിടെയുണ്ട്. അവരുടെയും മനസ്സിലെ തീ കാണാൻ പഠിക്കണം നീ. മോളെ, കളിയോ കാര്യമോ? എന്തായാലും ഇവരുടെ വിവാഹം നടന്ന ആ ക്ഷേത്രമില്ലേ, ഞാൻ അവിടുത്തെ സെക്രട്ടറിയോട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, അതെങ്ങനെയാ അമ്മാവ? സമുദായത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവിടുത്തെ കമ്മിറ്റി അതിലൊക്കെ ഒപ്പിടേണ്ടി വരില്ലേ? നമുക്കതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നേരെ ചെവിയാണോ നടക്കുന്നത്? അതുകൊണ്ടാ ഞാൻ പറഞ്ഞതൊന്ന് ശ്രമിച്ച് നോക്കാന്ന്. എന്തായാലും അങ്ങനെയൊന്ന് കിട്ടിയാൽ അതിന് നിയമസാധ്യതയുണ്ടല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ സുജാത പറയുന്നു, എന്നാ പിന്നെ ചേട്ടൻ അതിനൊന്ന് ശ്രമിച്ചു നോക്ക്. അമ്മയെ നിത്യ വിളിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട്, മോൾക്ക് സംസാരിക്കാനുള്ളത് അമ്മ കേൾക്കാം, പക്ഷെ ഇപ്പോൾ പ്രധാനം ഇതാണ്. ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടി അങ്ങ് ചാകാം. തുടർന്ന് ആദിയും കല്യാണിയും കളർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കല്യാണി, നമ്മൾ എപ്പോഴാണ് സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ കൊണ്ടുപോകുന്നത് എന്ന് ആദി പറയുന്നു. അത് നിത്യാമ്മയോട് ചോദിച്ചാൽ അറിയില്ലേ എന്ന് കല്യാണി പറയുമ്പോൾ ആദി പറയുന്നു, നിത്യാമ്മ പറയില്ലെന്നേ. എന്നാ പിന്നെ നമുക്ക് ജയ മിസ്സിനോട് ചോദിച്ചാലോ എന്ന് കല്യാണി പറയുമ്പോൾ ആദി പറയുന്നു, ഇത്തവണ എവിടേക്കാ സ്റ്റഡി ടൂർ കൊണ്ടുപോകുന്നത്? അതൊന്നും എനിക്കറിയില്ല, എന്തായാലും കാണാൻ ഭംഗിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്ന് കല്യാണി പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ചോദിച്ചു നോക്കാം എന്ന് കല്യാണി പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാത്രിയിൽ ജീവൻ ബൈക്കിൽ വന്നിറങ്ങുന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആദിയും കല്യാണിയും അവിടെ ഇരുന്ന് കളർ ചെയ്യുന്നതാണ് കാണുന്നത്. ആദ്യ ടെൻഷനോടെയാണ് ജീവനെ നോക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും അരികിലേക്ക് ജീവൻ വന്നു. ആഹാ, രണ്ടുപേരും കൂടി ഇരുന്ന് പഠിക്കാം, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി മക്കളെ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ അവിടേക്ക് വീണ വരുന്നുണ്ട്. കുട്ടികൾ രണ്ടും മിണ്ടുന്നില്ല. ജീവൻ എന്ന് പറഞ്ഞ് വീണ ജീവനെ വിളിച്ചു. ഇങ്ങോട്ട് പോരും, ഞാൻ പറഞ്ഞു തരാം എന്ന് വീണ. ജീവൻ വീണയുടെ അരികിലേക്ക് വരുമ്പോൾ വീണ പറയുന്നു, ഇവിടെ വീട്ടിലെല്ലാവരും കൂടിയും ഒരു മുറി അടച്ചിട്ട് എന്തോ ഗൗരവമായ ചർച്ചയിലാണ്. എന്ത് പറ്റിയെന്ന് ജീവൻ. കൊള്ളാലോ, ജീവന്റെ ചോദ്യം കൊള്ളാം. എന്നെക്കാൾ ചിലത് ഗണിച്ചെടുക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഹരിയും നിത്യയും ഇപ്പോൾ നിൽക്കുന്നത് ചെറിയ പ്രതിസന്ധിയിലല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്ത് കടന്നതുപോലെ ഇക്കാര്യത്തിൽ നിന്ന് അവരെങ്ങനെ പുറത്ത് കിടക്കും? അവരൊന്നിച്ചല്ലേ നിൽക്കൂ. അപ്പോൾ കഷ്ടപ്പെട്ട് അവരെ തോൽപ്പിക്കാൻ എളുപ്പമല്ലേ? വീണയുടെ തോൽവി വെച്ച് എന്നെ അളക്കണ്ട. എനിക്ക് തനിച്ചാവുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ലെന്ന് ജീവൻ. അതുകൊണ്ട് ഒരു കുറവും ഇല്ലെന്നും ജീവൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, എത്രയൊക്കെ ശക്തിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ടും ജീവന്റെ കൺമുന്നിൽ നടക്കാൻ പാടില്ലാത്തതല്ലേ നടക്കുന്നത്? അങ്ങോട്ട് പോകുന്നുണ്ടോ അതോ അവരുടെ തീരുമാനത്തിന് വിടുവാനോ എന്ന് വീണ പറയുമ്പോൾ ജീവൻ പറയുന്നു, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വഴിക്ക് നടക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. നീ ആള് കുറച്ച് മിടിക്കുകയാണെന്ന് എനിക്കറിയാം. അത്യാവശ്യം ആളുകളുടെ മനസ്സിൽ എരിവ് കയറ്റാൻ നിനക്ക് കഴിയും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, നീ ഇതുവരെ കണ്ട ആണുങ്ങളുടെ കൂട്ടത്തിലല്ല ജീവൻ. സംതിങ് ഡിഫറെൻറ്റ്, വെരി വെരി ഡിഫറെൻറ്റ്. ഇത്രയും പറഞ്ഞ് ഒരു പുഞ്ചിരിയുമായി ജീവൻ മുകളിലേക്ക് കയറിപ്പോകുന്നു. നീ ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കണം ജീവൻ, എങ്കിലല്ലേ ഈ കളിക്ക് ഒരു രസമുള്ളൂ എന്ന് വീണ മനസ്സിൽ വിചാരിക്കുന്നു. തുടർന്ന് എല്ലാവരും ഇപ്പോഴും മുറിയിൽ തന്നെയാണ്. ഉത്തരമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ അമ്മാവൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ജീവൻ വന്ന് ഡോറിന് തട്ടി. എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു. ശരവണനാണ് വാതിൽ തുറക്കാനായി വന്നത്. വാതിൽ തുറന്നു. ജീവൻ അകത്തേക്ക് കയറി. എന്ത് പറ്റി എല്ലാവരും കൂടി ഇതിനകത്തിരിക്കുന്നത് എന്ന് ജീവൻ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അത് പിന്നെ
ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുടുംബകാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവർക്കും കൂടി ഹാളിലിരുന്നാൽ പോരെ, അല്ലെങ്കിൽ മുറ്റത്തിരുന്നാൽ പോരെ എന്ന് ജീവൻ പറയുന്നു. പക്ഷേ മുറിയടച്ച് കുറ്റിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിനെന്തോ ഗൗരവം ഉണ്ടല്ലോ. എന്താ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നു, ഒന്നുമില്ല, ഇവിടെ ആർക്കും ഗൗരവമായി സംസാരിക്കാനുമില്ല. സുജാത അവിടെ നിന്ന് എഴുന്നേറ്റു. കാര്യമില്ലാഞ്ഞിട്ടാണോ അതോ എന്നോട് പറയാൻ ബുദ്ധിമുട്ടായിട്ടാണോ? അമ്മ ഇങ്ങോട്ട് മാറിക്കേ എന്ന് പറഞ്ഞ് ജീവൻ ആ ചെയറിലിരിക്കുന്നു. ഹരി, ഞാൻ വളരെ സിൻസിയറായിട്ടാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബാംഗം എന്ന നിലയിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. അതെ, ഇവിടെ അത്ര വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് പുറത്തേക്കിരിക്കാം എന്ന് പറഞ്ഞ അവൻ എഴുന്നേക്കുന്നു. എല്ലാവരും ഒന്ന് നിൽക്കുന്നേ, ഞാൻ എത്ര നിർബന്ധിച്ചാലും നിങ്ങൾ ഉത്തരം പറയില്ല. പക്ഷേ നിത്യയുടെയും ഹരിയുടെയും മുഖത്തുനിന്ന് എനിക്ക് ചിലത് വായിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ പോലീസുകാരൻ ആവശ്യപ്പെട്ട പ്രൂഫിനെ കുറിച്ചല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത് കേട്ട് നിത്യയും ഹരിയൊക്കെ ടെൻഷനാവുന്നു. അതെ, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നിട്ട് ഇത്രയും നേരം ചർച്ച ചെയ്തിട്ട് വല്ല ഉത്തരവും കിട്ടിയോ? ഇതെന്താ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിത്യ, സത്യം പറഞ്ഞ ഇവർക്ക് ആർക്കും എന്നെ വിശ്വാസമില്ല. ഞാനാണെങ്കിൽ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന ചിന്തയിലാണ് എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട്. ഞാൻ നല്ലൊരു മാർഗം പറയട്ടെ എന്ന് ജീവൻ പറയുമ്പോൾ വീണയും ഇതുപോലെ തന്നെ ആ ജനലിന്റെ സൈഡിലേക്ക് വന്ന് കേൾക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന്. പോലീസിന് ആവശ്യം മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലേ, അത് കൊടുത്താൽ പിന്നെ ആ കേസിൽ അകപ്പെടുന്ന പ്രശ്നം ഇല്ലല്ലോ. അമ്മാവ, നമുക്ക് ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ പോരെ? ഇത് കേട്ട് അവർ ടെൻഷനാകുന്നു. അതൊരു നല്ല ആലോചനയാണെന്ന് അമ്മാവൻ. അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ജീവൻ വീണ്ടും പറയുന്നു. മാത്രമല്ല, ഒന്നിച്ച് ജീവിക്കുന്നവർ തമ്മിൽ ഒന്നിച്ച് ഒരു കൂട്ടുകെട്ട് ഉണ്ടാവും, അത് എക്കാലത്തും നല്ലതാണ്. ഹരിയുടെയും നിത്യയുടെയും മുമ്പോട്ടുള്ള ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നാ പിന്നെ അങ്ങനെ തീരുമാനിക്കാം രാമകൃഷ്ണേട്ടാ, ജ്യോതി ശരവണാവാ എന്ന് പറഞ്ഞ് സുജാത പോകുന്നു. എന്നാ പിന്നെ ശരിയടാ എന്ന് പറഞ്ഞ അമ്മാവനും പുറത്തേക്ക് പോയി. ജീവൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും എന്നും ഒന്നിച്ചുണ്ടാകണം, എനിക്ക് അതിന് കാവല് നിൽക്കാനല്ലേ കഴിയൂ. ഹരിയും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നു. പിറകെ നിത്യയും പോകുന്നുണ്ട്. വീണ മറഞ്ഞു നിൽക്കുന്നു. ജീവനും പുറത്തേക്ക് ഇറങ്ങി. ദാമ്പത്യത്തിന് കാവൽക്കാരനാകാൻ വന്നതാണ് അല്ലേ, ഞാൻ വേറെന്തൊക്കെയോ പ്രതീക്ഷിച്ചു എന്ന് വീണ പ്രതീക്ഷിക്കുന്നതിന് കാവൽ നിൽക്കുന്നതല്ലോ എൻ്റെ ജോലി. അതെന്താണെന്നറിയോ? നമ്മുടെ വേവ് ലെങ്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജീവൻ താഴേക്ക് പോകുന്നു. ആദ്യം കല്യാണിയും താഴെ ഇരുന്ന് കളർ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുവാണ്. അവിടേക്ക് കുട്ടീസ് എന്ന് പറഞ്ഞ് ജീവൻ വന്നു. എന്താ ഉറങ്ങാറായില്ലേ എന്ന് ചോദിക്കുന്നു. കുട്ടികൾ രണ്ടുപേരും മിണ്ടുന്നില്ല. മക്കളെന്താ ഉറങ്ങാത്തെ എന്ന് ജീവൻ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയല്ലേ ഉറങ്ങേണ്ടത്, അവർ സംസാരിക്കുന്നുണ്ടാ ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. ഓ, എന്നാ പിന്നെ രണ്ടാൾക്കും മംഗള കഥ പറഞ്ഞു തരട്ടെ എന്ന് ജീവൻ പറയുന്നുണ്ട്. വേണ്ട, വാ കല്യാണി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആദി പോകാൻ തുടങ്ങിയപ്പോൾ ഇരിക്കും മക്കളെ എന്ന് പറഞ്ഞ് ജീവൻ കുട്ടികളെ പിടിച്ച് അവിടെ ഇരുത്തുന്നുണ്ട്. അങ്കിളിനെ എന്തിനാ പേടിക്കുന്നത്? അങ്കിൾ മോനെ എന്തെങ്കിലും പറഞ്ഞോ? കുട്ടികളാവുമ്പോൾ നല്ല നല്ല കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ? കല്യാണിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എന്നെ ജീവൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു, എനിക്കിഷ്ടമാണ്, ആദിക്ക് എന്നെക്കാൾ ഇഷ്ടമാണ്. ആദ്യ കഥ എഴുതിയിട്ടുണ്ട്. ഓ, ഏത് കഥയാ മോൻ എഴുതിയത് എന്ന് ജീവൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു, അതൊരു അമ്മയുടെയും മോൻ്റെയും കഥ. ആ അമ്മയ്ക്ക് മോനെ വലിയ ഇഷ്ടമാണ്, മോന് അമ്മയും. നിത്യാമ്മയുടെയും ആദിക്കുട്ടൻ്റെയും കഥയാണോ എഴുതിയത് എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട്. ആ കഥ കയ്യിലുണ്ടോ? അത് അങ്കിളിന് ഒന്ന് തരാമോ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു. ആ കഥ അമ്മയ്ക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ജീവൻ പറയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.